പൊതുജനാരോഗ്യ രംഗത്തെ വികസന മുന്നേറ്റത്തിൽ ഒരു പേര് കൂടി എഴുതി ചേർക്കപ്പെടാൻ പോവുകയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. മന്ത്രി പി രാജീവ് നമ്മോടൊപ്പമുണ്ട്. ഒരു അഭിമാനകരമായ മുഹൂർത്തത്തിൽ നിൽക്കുകയാണ്. വലിയ ഇടപെടലൊക്കെ മന്ത്രി തന്നെ നടത്തിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സന്ദർഭമാണിത്. ഇന്ന് 3 മണിക്ക് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മൾ 2 ദിവസം മുമ്പാണ്, മിനിഞ്ഞാന്നാണ് അദ്ദേഹം കോഴിക്കോട് ഒരുപക്ഷെ ലോകത്തിന് ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രം ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് തുടക്കമിടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടനം. യഥാർത്ഥത്തിൽ ഇത് ദീർഘകാലത്തൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. വലിയ പ്രക്ഷോഭങ്ങൾ കൊച്ചിയിൽ ഇതിനുവേണ്ടി നടന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം പാർലമെൻറ്റിനുള്ള സന്ദർഭത്തിൽ അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ക്യാൻസർ സെൻ്റർ പ്രഖ്യാപിച്ചെങ്കിലും കല്ലക്കെട്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് IP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് 2018 മുഖ്യമന്ത്രി ഇതിന് കല്ലിട്ടു. എന്നാൽ പിന്നീട് ടെൻഡർ നടപടികൾക്ക് കോടതി കേസൊക്കെ ആയതുകൊണ്ട് കുറച്ചു കാലം അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആ കേസുകൾക്കകത്തുകൂടി ഇടപെട്ട് അവസാനം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നു. അതിൻ്റെ തുടർച്ചയിൽ പുതിയ കോൺട്രാക്റ്റ് വന്നു. ഇപ്പോൾ മന്ത്രി വീണ ജോർജും ഞാനും വന്നിവിടെ സന്ദർശിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ആ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്തതിന് ശേഷം എല്ലാ മാസവും ഈ ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോയിരുന്നു. 3 മാസം പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 3 മാസം കൂടുമ്പോഴെന്ന നിലയിലേക്ക് വന്നു. ഇപ്പോൾ എല്ലാ ഇത് നോക്കുകയാണെങ്കിൽ 385 കോടി കിഫ്ബിയുടെ ഫണ്ടും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സിൻ്റെ കൂടി നോക്കുകയാണെങ്കിൽ 466 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഈ ക്യാൻസർ സെൻ്ററിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഗവേഷണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിനുവേണ്ടി രാജീവ് ഗാന്ധി സെൻറ്റർ കൂടി ചെലവഴിച്ചത് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 500 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇത് മധ്യ കേരളത്തിൻ്റെ ഒരു ക്യാൻസർ ചികിത്സയുടെ ആശ്രയ കേന്ദ്രമായി മാറും. അങ്ങനെ ക്യാൻസർ സെൻറ്റർ വരുമ്പോൾ ഇപ്പോൾ പകൽ കീമോ ചെയ്യുന്നു, രോഗികൾക്ക് ചിലപ്പോൾ താമസിക്കേണ്ടി വരും, ബൈസ്റ്റാൻഡേഴ്സും താമസിക്കേണ്ടി വരും. അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചർച്ചയിലാണ് BPCയുമായി സംസാരിച്ചപ്പോൾ അതിൻ്റെ ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കൂടി അംഗീകാരത്തോടെ അവരുടെ ബോർഡ് 12 കോടി രൂപ നമുക്ക് അമ്യൂണിറ്റി സെൻറ്ററിന് അനുവദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പൊതു ആരോഗ്യ സംവിധാനത്തിൽ ഒരുപക്ഷെ 3 ക്യാൻസർ സെൻ്ററുകൾ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇവിടെയാണെങ്കിൽ ഗവേഷണം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളത് അത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന നേട്ടമാണ്. ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അന്ന് മുൻപന്തിയിലുണ്ടായിരുന്നത് മന്ത്രി അടക്കമാണ്. ഇന്ന് മന്ത്രിയായിട്ടാണ് ഇത് ഉദ്ഘാടനത്തിലെത്തുന്നത്. അതിലിപ്പോൾ കൃഷ്ണയർ സ്വാമി, സാനുമാഷ്, ഡോക്ടർ KR വിശ്വംഭരൻ, ഡോക്ടർ സനൽകുമാർ ഇവരാരും നമ്മളോടൊപ്പമില്ല. അവരെല്ലാം നല്ല രീതിയിൽ ഈ ശ്രമം നടത്തിയതാണ്. അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയിലാണെന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം സാനുമാഷ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വന്ന് ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയുണ്ടായി. അന്നെല്ലാം നൽകിയിട്ടുള്ള ഉറപ്പ് പൂർണ്ണമായും പാലിക്കപ്പെടുകയും നമുക്ക് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നു. അത് നാടിനുള്ള ഒരു സമർപ്പണം ഇന്ന് വരികയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു പൊതു ആരോഗ്യ സംവിധാനം, ഒത്തിരിയേറെ കോർപ്പറേറ്റ് ആശുപത്രികൾ നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിൽ കൊച്ചി ക്യാൻസർ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവി വീക്ഷണം കൂടി ആണല്ലോ ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 2-3 ഭാഗമുണ്ട്. ഒന്നിപ്പോൾ ക്യാൻസറിൻ്റെ ഡയറക്ടർ തയ്യാറാക്കുന്നു ജില്ലയിലെ പൊതുവായ കാര്യങ്ങൾ. പിന്നെ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താൻ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2 ദിവസം എല്ലായിടത്തും പരിശോധനകളുണ്ടായിരുന്നു. അതിനുള്ള കണ്ടെത്തി ചികിത്സിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുന്നു. 2 ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ, 3 ഗവേഷണം. ഇത് 3ഉം ഏകോപിതമായിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ക്യാൻസർ സെൻ്ററിൻ്റെ ഭാഗമായി വരുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും കുറേയേറെ ഉപകരണങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന ഒന്നാണ്. ഇത് ഇതേ രൂപത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്വയംഭരണ സംവിധാനമായി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിനാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്റർ തുടക്കം കുറിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കുന്നതോടുകൂടി ഇതൊരു വലിയ മുന്നേറ്റമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.